ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് പിങ്കി. ഇന്നിവിടെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ 3024 ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത് ബേസിക് ടേംസ് ഇൻ ഇലക്ട്രിസിറ്റി, വേരിയസ് ലോസ്, പിന്നെ എ സി വേവ് ഫോമിൻ്റെ പല ടേംസ്, പിന്നെ ഇലക്ട്രിക്കൽ എനർജിയുടെ ബില്ല് കാൽക്കുലേഷൻ, ഇത്രയാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് മോഡ്യൂളിൽ ഡി സി ആൻഡ് എ സി മോട്ടോഴ്സ്, സിംഗിൾ ഫേസ് എ സി മോട്ടോഴ്സ്, പിന്നെ അതിൻ്റെ സ്റ്റാർട്ടറുകൾ, അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് മോഡ്യൂളിൽ ട്രാൻസ്ഫോമേഴ്സ്, ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് വെൽഡിംഗ് ട്രാൻസ്ഫോമേഴ്സ്, പിന്നെ ഇലക്ട്രിക് ഹീറ്റിംഗ്, ഇലക്ട്രിക് ഫർണസസ്, ഇതെല്ലാം വരുന്നു. ഫോർത്ത് മോഡ്യൂളിൽ വേരിയസ് ഇലക്ട്രോണിക് കമ്പോണൻസ്, ഡയോഡ്, ട്രാൻസിസ്റ്റർ, SCR, പിന്നെ ഇലക്ട്രിക് ഡ്രൈവ്. ഇത്രയുമാണ് 3024ൻ്റെ സിലബസിൽ വരുന്നത്. അതിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തത്, ഡ്രോ 3 phase സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ വിത്ത് ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസ് ആൻഡ് കറൻസ്. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വാല്യൂസ് ഓഫ് വോൾട്ടേജസ് ആൻഡ് കറൻസ്. ഇവിടെ നമ്മൾ ഫേസ് കണക്ഷൻ്റെയും സ്റ്റാർ കണക്ഷൻ്റെയും ഡെൽറ്റ കണക്ഷൻ്റെയും ഡയഗ്രാം വരയ്ക്കണം. അതിൽ ഫേസ് വോൾട്ടേജസ് ആൻഡ് ലൈൻ വോൾട്ടേജസ് മാർക്ക് ചെയ്യണം. പിന്നെ ഫേസ് കറൻസ്, ലൈൻ കറൻസ്, ഇത്രയും മാർക്ക് ചെയ്യണം. ഇനി എന്താണ് ഫേസ് വോൾട്ടേജ്? ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൻ്റെയും ന്യൂട്രലിൻ്റെയും ഇടയിൽ വരുന്ന വോൾട്ടേജാണ് ഫേസ് വോൾട്ടേജ്. ഇവിടെ ഇപ്പോൾ ERN എന്ന് പറയുന്നത് ആർ ഫേസിൻ്റെയും ന്യൂട്രലിൻ്റെ ഇടയിൽ വരുന്ന വോൾട്ടേജാണ്. അതൊരു ഫേസ് വോൾട്ടേജാണ്. ഇനി ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബിറ്റ്വീൻ 2 ലൈൻസ് ആണ് ലൈൻ വോൾട്ടേജ്. ഇവിടെ നോക്കിയാൽ VRY, ആർ എന്ന ലൈനിൻ്റെയും അല്ലെങ്കിൽ ആർ ഫേസിൻ്റെയും വൈ ഫേസിൻ്റെ ഇടയിൽ വരുന്നതാണ് VRY. അതേപോലെ ഫേസ് കറൻസ്, ഓരോ ഫേസിൽ വരുന്ന കറൻസിനെ നമ്മൾ ഫേസ് കറൻസ് എന്നും ഓരോ ലൈനിൽ വരുന്ന കറൻസിനെ നമ്മൾ ലൈൻ കറൻസ് എന്നും പറയുന്നു. സ്റ്റാർ കണക്ഷനിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആണ്. ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു ഫേസ് കറണ്ട് ആണ്. ഇനി ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം വാല്യൂ ആണ്. ലൈൻ കറണ്ട് √3 ടൈംസ് ഫേസ് കറണ്ട് ആണ്. Coming to second question, define RMS value, average value, peak factor, form factor of an alternating quantity. അപ്പോൾ RMS വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി DC കറണ്ടാണ്. നമ്മൾ AC, ഒരു പർട്ടിക്കുലർ AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എത്രത്തോളം ഹീറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര DC കറണ്ട് വേണം, അതാണ് അതിൻ്റെ RMS വാല്യൂ. RMS value of an alternating quantity is that steady DC current which, when flowing through a given resistance for a given time, produces the same amount of heat as produced by the alternating quantity when flowing through the same resistance for the same time. ഇനി ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉള്ള ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിൻ്റെയൊക്കെ ആവറേജ് എടുക്കുന്നതിനാണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ആവറേജ് ഓഫ് ഓൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അടുത്തത് പീക്ക് ഫാക്ടർ എന്ന് പറയുന്ന KP, അത് റേഷ്യോ ഓഫ് പീക്ക് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു ഇറ്റ്സ് RMS വാല്യൂ ആണ്. ഇനി ഫോം ഫാക്ടർ, റേഷ്യോ ഓഫ് RMS വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു ഇറ്റ്സ് ആവറേജ് വാല്യൂ. Next question, state Faraday's laws of electromagnetic induction. First law, when the magnetic flux linking a coil or conductor changes, an EMF is induced in it. Or whenever a conductor cuts a magnetic flux, an EMF is induced in it. ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ, ഒരു മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള ഫ്ലക്സിൽ അതിൽ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കോയിലിനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇനി ഫാരഡേസ് ലോസ് നമ്മൾ
സെക്കൻഡ് ലോ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഓർ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഈ ഇൻഡ്യൂസ് ചെയ്ത EMFൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസിനെയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിനെയും, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ് ഫ്ലക്സ് ലിങ്കേജ്. ഫ്ലക്സ് ലിങ്കേജിന് പ്രപ്പോർഷണൽ ആയിരിക്കും. E ഈസ് ഈക്വൽ ടു -n d∅/dt അല്ലെങ്കിൽ Δ∅/Δt. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പവർ ഫാക്ടർ ഇൻ AC സർക്യൂട്ട്. റീകോൾ ഇറ്റ്സ് മാക്സിമം വാല്യൂ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos phi, കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഫേസ് ആംഗിൾ, അതിൻ്റെ ഇടയിലുള്ള ആംഗിളിൻ്റെ കൊസൈനാണ് പവർ ഫാക്ടർ. അതിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് 1ഉം മിനിമം വാല്യൂ വരുന്നത് 0ഉം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഓംസ് ലോ. ഓംസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ends ഓഫ് കണ്ടക്ടർ. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷറിലും എന്ത് ചെയ്യും, ഒരു കണ്ടക്ടറിൻ്റെ 2 ends തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രപ്പോർഷണലായിരിക്കും. ദാറ്റ് ഈസ് V ഈസ് പ്രപ്പോർഷണൽ ടു I ഓർ V/I ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻ്റ് ആണ് റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു IR. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ സൈക്കിൾ, ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇതെല്ലാം നമ്മളെ ഒരു AC വേവ് ഫോമിൻ്റെ പല പാരാമീറ്റേഴ്സാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ 1 കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചേരുന്നതാണ് 1 സൈക്കിൾ. ഇനി ടൈം പീരീഡ്, ടൈം ടേക്കൺ ബൈ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് 1 സൈക്കിൾ. 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം ടൈം അതെടുക്കുന്നു അതാണ് ടൈം പീരീഡ്. അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സിലാണ്. ഇനി ഫ്രീക്വൻസി യൂണിറ്റ് ഹെർട്സ് ആണ്. ഒരു സെക്കൻഡിൽ എത്രമാത്രം ഇതുപോലെയുള്ള സൈക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി. F ഈസ് ഈക്വൽ ടു 1/T. ആംപ്ലിറ്റ്യൂഡ് ഓർ മാക്സിമം വാല്യൂ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ വരുന്ന മാക്സിമം വാല്യൂവിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംഗുലാർ വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു AC വേവ് ഫോമിൻ്റെ അറ്റ് എ ടൈം ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂവിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹൗസ് സപ്ലൈഡ് വിത്ത് 230 volt 50 Hz AC has 6 fans of 40 watt each working 6 hours daily, 6 lamps of 60 watt each working 5 hours daily, 5 lamps of 12 watt each working for 2 hours. AC having 320 watt and a heater having 1200 watt working for 2 hours daily. Calculate the monthly cost of energy if tariff is rupees 2.5 per unit. അപ്പോൾ മന്ത്ലി താരിഫ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബിൽ ആണ് നമുക്ക് കാണാനുള്ളത്. ടേക്ക് നമ്പർ ഓഫ് ഡേയ്സ് ആസ് 30. അപ്പോൾ നമുക്ക് പല ലോഡുകൾ തന്നിട്ടുണ്ട്. ഈ ലോഡൊക്കെ ഓരോ ദിവസം എത്ര യൂണിറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ പവർ തന്നിട്ടുണ്ട്, എത്ര ഐറ്റം ഉണ്ടെന്ന് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് അവേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് കിലോ വാട്ട് അവറാണ്. ഒരു ദിവസം ടോട്ടൽ കിലോ വാട്ട് അവർ എത്ര വരുന്നുണ്ട് എന്ന് കാണണം. അതിന് ഓരോ ലോഡിൻ്റെയും കിലോ വാട്ട് അവർ പെർ ഡേ കാണണം. അപ്പോൾ കിലോ വാട്ട് അവർ 1 എന്ന് പറയുന്നത് 6 lamps of 60 watt each working for 5 hours. അപ്പോൾ 6 into first load is
AC has first load is 6 fans of 40 watt each working for 6 hours. Okay, kilowatt hour 1 equal to 6 numbers ഉണ്ട് 40 വാട്ടിൻ്റെ. അപ്പോൾ 6 into 40 ഇൻറ്റു വർക്കിംഗ് ഫോർ 6 hours. അപ്പോൾ ഇൻറ്റു 6. ഇനി ഇതിനെ നമ്മൾ കിലോ വാട്ട് അവറിലേക്ക്, ഇപ്പോൾ വാട്ട് അവറിലാണ് കിട്ടിയത്, കിലോ വാട്ട് അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 1000. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം, പി ഇൻറ്റു കിലോ വാട്ട് അവർ ഈക്വൽ ടു പി ഇൻറ്റു ടി ബൈ 1000. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ നമുക്ക് 1.44 കിലോ വാട്ട് അവർന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ ലോഡ് 6 lamps of 60 watt ഈച്ച് വർക്കിംഗ് 5 hours ഡെയിലി. അപ്പോൾ കിലോ വാട്ട് അവർ 2 കിട്ടണം നമുക്ക് ഇന്ന്. 6 ലാമ്പ് ഉണ്ട്, 6 ഇൻറ്റു 60 വാട്ടിൻ്റെയാണ് ഓരോ ലാമ്പും, ഇൻറ്റു 60 വർക്കിംഗ് ഫോർ 5 hours ഇൻറ്റു 5. ഇനി ആ വാട്ട് അവറിനെ നമുക്ക് കിലോ വാട്ട് അവർ ആക്കാൻ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമുക്ക് 1.8 കിലോ വാട്ട് അവർന്ന് കിട്ടും. അതേപോലെ കിലോ വാട്ട് അവർ 320 വാട്ടിൻ്റെ ഒരു ഹീറ്റർ ഹാവിങ് 320 വാട്ടിൻ്റെ ഒരു ഹീറ്റർ അത് 2 hours ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 320 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 0.64 കിലോ വാട്ട് അവർന്ന് കിട്ടി. ഇനി അഞ്ചാമത്തെ ലോഡ് വീണ്ടും ഫോർത്ത് ലോഡ് ഈസ് AC ഹാവിങ് 320 watt. ഓക്കെ, ഫിഫ്ത്ത് ലോഡ് ഈസ് ഹീറ്റർ ഹാവിങ് 1200 watt. അപ്പോൾ 1200 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1000, 2.4 കിലോ വാട്ട് അവർ. അങ്ങനെ 5 ലോഡിൻ്റെയും കിലോ വാട്ട് അവർ പെർ ഡേ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ടോട്ടൽ കിലോ വാട്ട് അവർ പെർ ഡേ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നു, നമുക്ക് 6.4 കിലോ വാട്ട് അവർന്ന് കിട്ടുന്നു. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു യൂണിറ്റിന് 2.5 റുപ്പീസാണെന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയത് 6.4 കിലോ വാട്ട് അവറാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ 6.4 കിലോ വാട്ട് അവറിന് 2.5 റുപ്പീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ₹16 കിട്ടും. ഇനി ഇതൊരു ദിവസത്തിൻ്റെയാണ്, അങ്ങ് 30 ദിവസത്തിൻ്റെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. മന്ത്ലി കോസ്റ്റ് ഓഫ് എനർജി ഈക്വൽ ടു 16 ഇൻറ്റു 30, ദാറ്റ് ഈസ് ₹480. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. Resistance, reactance, impedance and power factor in terms of impedance. Okay. Resistance. What is resistance? കറണ്ട് ഫ്ലോയിനുള്ള ഒപ്പോസിഷനാണ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ചാർജിൻ്റെ ഫ്ലോയിനുള്ള ഒപ്പോസിഷനാണ് റെസിസ്റ്റൻസ്. ഇറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് എനി മെറ്റീരിയൽ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതിൻ്റെ യൂണിറ്റ് ഓം. അടുത്തത് റിയാക്റ്റൻസ് എക്സ്. ഇനി ഇൻഡക്റ്റൻസും AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും കാരണമുള്ള കറണ്ടിൻ്റെ ഫ്ലോയിനുള്ള ഒപ്പോസിഷനെ നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് കറണ്ട് ഫ്രം എ സർക്യൂട്ട് എലമെൻറ്റ് ഡ്യൂ ടു ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. അതിൻ്റെ യൂണിറ്റും ഓമാണ്. ഇനി ഇമ്പിഡൻസ് Z. ഒരു AC സർക്യൂട്ടിൽ നമ്മുടെ റെസിസ്റ്റൻസിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഓർ കമ്പോണൻറ്റ് ടു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അറൈസിങ് ഫ്രം കമ്പൈൻഡ് ഇഫക്ട്സ് ഓഫ് ഓമിക് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ്. ഇമ്പിഡൻസിൻ്റെ യൂണിറ്റും ഓമാണ്. അടുത്തത് പവർ ഫാക്ടർ ഇൻ ടേംസ് ഓഫ് ഇമ്പിഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഫാക്ടർ ഇൻ ടേംസ് ഓഫ് ഇമ്പിഡൻസ് cos phi is equal to R by Z ആണ്, റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ഇക്വേഷൻ ഫോർ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ 3 resistors R1, R2, R3 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ സീരീസ് കണക്ഷൻ എന്താണെന്ന് അറിയണം. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു എൻഡ് അടുത്ത റെസിസ്റ്റൻസിൻ്റെ അടുത്ത എൻഡിൽ, അതിൻ്റെ അടുത്ത എൻഡ് അടുത്ത റെസിസ്റ്റൻസിൻ്റെ അടുത്ത എൻഡ്, അങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ കണക്ട് ചെയ്ത് അതൊരു സപ്ലൈ വോൾട്ടേജ് വിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സെയിം കറണ്ട് ആയിരിക്കും ഈ R1, R2, R3യിലൂടെ ഫ്ലോ ചെയ്യുന്നത്.
സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ഈച്ച് പാർട്ട് ഓഫ് സീരീസ് സർക്യൂട്ട്. അടുത്തത് ഇതിൻ്റെ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് V ഓരോ റെസിസ്റ്ററിൻ്റെ അക്രോസും ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വോൾട്ടേജ് അപ്ലൈഡ് ടു എ സീരീസ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്സ്. പിന്നെ ഇതിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് എ സീരീസ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 + R3 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം V is equal to V1 + V2 + V3. നമുക്ക് ഈ റെസിസ്റ്റൻസിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സീരീസ് സർക്യൂട്ട് എടുത്താൽ കറണ്ട് സെയിം ആണെന്ന് നമുക്കറിയാം, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുമെന്നും അറിയാം. അപ്പോൾ V is equal to V1 + V2 + V3. ഇനി V1 എന്ന് പറയുന്നത് എന്താ? ആ R1 എന്ന റെസിസ്റ്ററിൽ കൂടി പോകുന്ന R1 അക്രോസ് ഉള്ള വോൾട്ടേജാണ് V1, R2 അക്രോസ് ഉള്ള വോൾട്ടേജാണ് V2, R3 അക്രോസ് ഉള്ള വോൾട്ടേജാണ് V3. അപ്പോൾ V1 എന്ന് പറയുന്നത് എന്താണ്? അതിലൂടെയുള്ള കറണ്ട്, R1ലൂടെയുള്ള കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് IR1. V2 എന്താണ്? I × R2. V3 I × R3. അതൊന്ന് I കോമൺ എടുത്താൽ നമുക്ക് V = I × R1 + R2 + R3 എന്ന് കിട്ടും. അപ്പോൾ V/I എന്താണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ്. RS is equal to R1 + R2 + R3 in a series circuit. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ഇക്വേഷൻ ഫോർ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ 3 resistors R1, R2, R3 ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ റെസിസ്റ്ററിൻ്റെയും ഓരോ എൻസ് ഒന്നിച്ച് കണക്ട് ചെയ്യും, മറ്റേ ബാക്കിയുള്ള എൻസ് എല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്യും. ഇനി അതൊരു സപ്ലൈ വോൾട്ടേജ് വിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്ക് 3 റെസിസ്റ്ററിലും ഒരേ വോൾട്ടേജാണ് അപ്ലൈ ആവുന്നത്. അപ്പോൾ അവിടെ വരുന്ന കറണ്ട്സ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഇൻ എ പാരലൽ സർക്യൂട്ട് ഈസ് ദ സെയിം. ഇനി ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ കറണ്ട്സ്. ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു I1 + I2 + I3. I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? R1 എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I1. ആ R1 എന്താണ്? അവിടെയുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് അവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V തന്നെയാണ്, V / R1. I2 എന്തായിരിക്കും? V / R2. I3 = V / R3. അതിൽ നിന്ന് V കോമൺ എടുത്താൽ 1/R1 + 1/R2 + 1/R3. നമുക്ക് I/V = 1/R1 + 1/R2 + 1/R3. ഇനി I/V എന്താണ്? അല്ലെങ്കിൽ V/I എന്ന് പറയുന്നത് ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ I/V എന്ന് പറയുന്നത് പാരലൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്. 1/Rp = 1/R1 + 1/R2 + 1/R3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് ആൻഡ് ഗിവ് ഇറ്റ്സ് യൂണിറ്റ്സ്. എന്തെല്ലാമാണ്? EMF ഫോർ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. EMF അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസിനെയാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് വോൾട്ടേജ്. അതിൻ്റെ യൂണിറ്റ് വോൾട്ട്. കറണ്ട് I. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. അതിൻ്റെ യൂണിറ്റ് ആംബിയർ. ഇനി റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ എ സബ്സ്റ്റൻസ് ടു ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ടിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ഓം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഓർ KVL. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പറയുന്നത് algebraic sum of voltages acting in a path is equal to algebraic sum of resistance drops in that path. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു സിമ്പിൾ സീരീസ് സർക്യൂട്ട് എടുക്കുമ്പോഴാണ്. അതിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സോഴ്സ് വോൾട്ടേജ് VS, പിന്നെ 3 റെസിസ്റ്റേഴ്സ് R1, R2, R3. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്സ് V1, V2, V3. സർക്യൂട്ടിൽ കൂടി പോകുന്ന സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് സെയിം കറണ്ടാണ്, I എന്ന കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ
ടോട്ടൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഓൾജിബ്രിക് സം ഓഫ് വോൾട്ടേജസ് ആണ് എന്ത് വി എസ്. ആ വി എസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അവിടെ വരുന്ന ഓരോ റെസിസ്റ്ററിൻ്റെ അക്രോസും വരുന്ന ഡ്രോപ്പുകളുടെ സമ്മ് തന്നെയാണ്. അല്ലെങ്കിൽ വി എസ് ഇസ് ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3 ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കിർച്ചോഫ്സ് കറണ്ട് ലോ ഓർ KCL. KCL നമ്മൾ ഒരു നോഡ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന ഇൻകമിങ് കറണ്ട്സിൻ്റെ സമ്മ് നോക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്സ്. പുറത്തേക്ക് പോകുന്ന കറണ്ട്സിൻ്റെ സമ്മ് തന്നെയാണ് അകത്തേക്ക് വരുന്ന കറണ്ട്സിൻ്റെ സമ്മ്. ഓൾജിബ്രിക് സം ഓഫ് കറണ്ട്സ് എൻറ്ററിങ് എ നോഡ് ഈസ് ഈക്വൽ ടു ഓൾജിബ്രിക് സം ഓഫ് കറണ്ട്സ് ലീവിങ് ദ നോഡ്. I1 plus I2 plus I3 is equal to I4 plus I5. Next question, define the following. Define the following: Ohm's law, Lenz's law, statically induced EMF, dynamically induced EMF. അതിൽ ഓംസ് ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. At constant temperature, current through a conductor between 2 points is directly proportional to voltage across the 2 points or V equal to IR. ഇനി ലെൻസസ് ലോ. ലെൻസസ് ലോ പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു സർക്യൂട്ടിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ, ഇൻഡക്ഷൻ വഴി, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം, അത് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ, അത് അതിൻ്റെ കാരണത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ കോസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇവിടെ അതിനെ ഉണ്ടാക്കിയ കോസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഫ്ലക്സിൻ്റെ ചേഞ്ചാണ്. അപ്പോൾ ആ ചേഞ്ച് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അതിലൊരു മെക്കാനിക്കൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അത് കാരണം ഒരു മോഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ലെൻസസ് ലോ പറയുന്നത്. Current induced in a circuit due to change in magnetic field is directed to oppose the change in flux and to exert a mechanical force which opposes the motion. Next, statically induced EMF. Statically induced EMF എന്ന് പറഞ്ഞാൽ EMF ഇൻഡ്യൂസ് ചെയ്യാൻ നമുക്ക് രണ്ട് രീതിയിൽ ഇൻഡ്യൂസ് ചെയ്യാം. ഒന്ന്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെക്കുമ്പോൾ ആ കണ്ടക്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കണ്ടക്ടറിനൊരു മോഷൻ ഉണ്ടെങ്കിൽ ഫ്ലക്സ് കട്ടിങ് നടക്കുകയും അതിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ ആ കണ്ടക്ടർ സ്റ്റേഷനറി ആണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താലും മതി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂസ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി, ദാറ്റ് ഈസ് ആ കണ്ടക്ടർ ചേഞ്ച് ചെയ്യുന്നില്ല. എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ ഈസ് ചേഞ്ചിങ്. EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ് ഈസ് കോൾഡ് എ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അടുത്തത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. കണ്ടക്ടർ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ വെൻ ദ കണ്ടക്ടർ മൂവ്സ് അക്രോസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തൊരു പ്രോബ്ലമാണ് ഫൈൻഡ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. നമുക്കൊരു സോഴ്സ് വോൾട്ടേജ് 9 വോൾട്ട് തന്നിട്ടുണ്ട്, കുറേ റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, സീരീസ് കണക്ഷനാണ്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനാണ്. ഓംസ് ലോ വെച്ചിട്ട് I is equal to V/R ആണെന്ന് നമുക്കറിയാം. ഇതിൽ V എന്ന് പറയുന്നത് 9 വോൾട്ടാണ്, R എന്ന് പറയുന്നത് ആ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ R ഈക്വൽ ടു 330 + 120 + 1.5 K. 1.5 K എന്ന് പറഞ്ഞാൽ K എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ 1.5 × 1000 1500 ഓം പ്ലസ് 47 + 390 + 180. അപ്പോൾ നമുക്ക് 2567 ഓം എന്ന് കിട്ടും. ഇനി കറണ്ട് ഇസ് ഈക്വൽ ടു V/I. 9/2567 നമുക്ക് 0.0035 ആംപിയർ അല്ലെങ്കിൽ 3.5 മില്ലി ആംപിയർ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, calculate effective resistance between points A and B of the given circuit. അപ്പോൾ A, B എന്ന് പറഞ്ഞ 2 പോയിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ പോർഷനിലുള്ള
റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷനാണ്. അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ആ 2 പോയിൻറ്റ്സിൻ്റെ ഇടയിൽ 4 ഓം 3 4 ഓം ഉണ്ട്, സീരീസ് കണക്ഷനാണ്. അത് ആഡ് ചെയ്താൽ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ R=R1 + R2 + R3. അപ്പോൾ 4 ഓം + 4 ഓം + 4 ഓം നമുക്ക് 12 ഓം എന്ന് കിട്ടും. താഴെ അതുപോലെ 2 ഓം 3 2 ഓം ഉണ്ട്, സീരീസ് കണക്ഷനാണ്. അത് 3ഉം കൂടി ആഡ് ചെയ്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ഓം എന്ന് കിട്ടും. അപ്പോൾ ബാക്കി 5 ഓം ഉണ്ട്, പിന്നെ ഒരു പാരലൽ കോമ്പിനേഷൻ ഓഫ് 12 ഓം 4 ഓം 6 ഓം ദെൻ അഗെയിൻ ഒരു 6 ഓം. ഇനി അതിൽ 4 ഓമും 6 ഓമും ചെറുതായതുകൊണ്ട് തന്നെ ആ പാരലൽ കോമ്പിനേഷൻ്റെ വാല്യൂ പെട്ടെന്ന് കാണാം. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ 1/R = 1/R1 + 1/R2 ആണ്. അത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് R = R1 R2 / R1 + R2 എന്ന് കിട്ടും. അപ്പോൾ ആ 4 ഓമിൻ്റെയും 6 ഓമിൻ്റെയും കോമ്പിനേഷനിൽ നമുക്ക് 4 × 6 / 4 + 6 എന്ന് കിട്ടും. അപ്പോൾ 12/5 ഓം എന്ന് കിട്ടും. നെക്സ്റ്റ് അതിൻ്റെ ഒപ്പം പാരലായിട്ടൊരു 12 ഓമും കൂടി ഉണ്ട്. അപ്പോൾ 12/5 ഓമും 12 ഓമും പാരലാണ്. അപ്പോൾ അവിടെ R = എന്താണ്, വീണ്ടും പാരലൽ സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കണം. 2 റെസിസ്റ്റൻസ് പാരലായി ഇരിക്കുമ്പോൾ അതിലെ R = എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 R2 / R1 + R2 ആണ്. അപ്പോൾ നമുക്ക് 12 × 12/5 / 12 + 12/5 എന്ന് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓം എന്ന് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നോക്കുമ്പോൾ 5 ഓം 2 ഓം 6 ഓം ഇത് മൂന്നും സീരീസിലാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ് സർക്യൂട്ട് R = R1 + R2 + R3 5 + 2 + 6 13 ഓം എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സർക്യൂട്ട് ഹാസ് 12 വോൾട്ട് അപ്ലൈഡ് അക്രോസ് a series combination of resistance of 5 ohm, 4 ohm and 3 ohm. Find the current through the circuit. Also find the voltage across each resistor. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. V/R ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് 5 + 4 + 3 12 ഓം എന്ന് കിട്ടും. കറണ്ട് 12/12 = 1 ഓം എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള അടുത്ത കാര്യം വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ 5 ഓമിൻ്റെയും 4 ഓമിൻ്റെയും 3 ഓമിൻ്റെയും അക്രോസുള്ള വോൾട്ടേജ് കാണണം. വോൾട്ടേജ് എന്താണ്, അവിടെ അതിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അതിലൂടെ പോകുന്ന കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് 1 ഓം തന്നെയാണ് എല്ലാ റെസിസ്റ്ററിലും കൂടി പോകുന്നത്. അപ്പോൾ VR1 = 1 × അവിടുത്തെ റെസിസ്റ്റൻസ് 5 ഓം. അപ്പോൾ 1 വോൾട്ടാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയ 5 ഓമിന് അക്രോസ് വരുന്നത്. അതേപോലെ സെക്കൻഡ് റെസിസ്റ്റൻസ് ആയ 4 ഓമിന് അക്രോസ് വരുന്നത് VR2 = 1 × 4 4 വോൾട്ട്. അഗെയിൻ VR3 3 ഓമിന് അക്രോസ് വരുന്നത് 1 × 3 3 വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് ഓഫ് 10 ഓം 12 ഓം 16 ഓം ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് 100 volt voltage is applied to it. Find the total current in the circuit and current through each resistor. അപ്പോൾ ഓരോ റെസിസ്റ്ററിലും കൂടി പോകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓരോ റെസിസ്റ്ററിൽ കൂടി പോകുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അവിടെ വരുന്ന റെസിസ്റ്റൻസ്. I1 എന്ന് പറയുന്നത് V/R1 ആയിരിക്കും, I2 എന്ന് പറയുന്നത് V/R2 ആയിരിക്കും, I3 എന്ന് പറയുന്നത് V/R3 ആയിരിക്കും. അപ്പോൾ നമുക്ക് V അറിയാം, 100 വോൾട്ട് കോമൺ ആണ്. R1 അറിയാം. R1 is 10 ohm, R2 is 12 ohm, R3 is 16 ohm. അപ്പോൾ V/R1 നമുക്ക് 100 ഡിവൈഡഡ് ബൈ 10 ohm നമുക്ക് 10 ആംപിയർ കിട്ടും. I2 V/R2 100 ഡിവൈഡ് ബൈ 12 8.33 ആംപിയർ കിട്ടും. I3 V/R3 100 ഡിവൈഡ് ബൈ 16 6.25 ആംപിയർ കിട്ടും. ഇനി ടോട്ടൽ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് I is equal to I1 + I2 + I3 10 + 8.33 + 6.25 നമുക്ക് 24.58 ആംപിയർ കിട്ടും. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ കറണ്ടും കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റൻസും. ഇത്രയും ചെയ്താൽ മതി. ഇനി
A bulb filament has a resistance of 625 ohm and takes 0.4 ampere. If it is made to work for 5 minutes, calculate power of the bulb energy. പവറിന് പല ഇക്വേഷൻസ് ഉണ്ട്. I²R, V×I അല്ലെങ്കിൽ V²/R. ഇവിടെ ഇപ്പോൾ നമുക്ക് കറണ്ടും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. കറണ്ട് 0.4 ആംപിയർ, റെസിസ്റ്റൻസ് 625 ഓം. അപ്പോൾ ഡയറക്റ്റായിട്ട് P is equal to I²R 0.4 square into 625 equal to 100 watt എന്ന് കിട്ടും. ഇനി എനർജി ഈക്വൽ ടു PT ഡിവൈഡഡ് ബൈ 1000. ആ ഇക്വേഷനിൽ പവർ വാട്ടിലാണ്, ടൈം അവറിലാണ് എങ്കിൽ നമുക്ക് ഡിവൈഡഡ് ബൈ 1000 കൂടെ ചെയ്യുമ്പോൾ കിലോ വാട്ട് അവറിൽ കിട്ടും. ഇവിടെ നമുക്ക് പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 100 വാട്ട്. ഇനി അത് 5 മിനിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, അവറിലല്ല തന്നിരിക്കുന്നത്, 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ അതിനെ അവറിലേക്ക് ആക്കാൻ 5 ഡിവൈഡഡ് ബൈ ഒരു 60 വരും. പിന്നെ നമ്മൾ ഇക്വേഷനിൽ കിലോ വാട്ട് അവറിലേക്ക് ആക്കാൻ ഒരു ഡിവൈഡ് ബൈ 1000 കൂടി വരും. അപ്പോൾ നമുക്ക് P×T ഡിവൈഡഡ് ബൈ 60 × 1000 എന്ന് കിട്ടും. 100 × 5 ഡിവൈഡ് ബൈ 60 × 1000 0.0083 കിലോ വാട്ട് അവർ. ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Magnetic flux linked with a coil having 250 turns is changed from 1.4 Weber to 2 Weber in 0.45 seconds. Calculate the induced EMF in the coil. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടുപിടിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ നമ്മുടെ ഫാരഡേസ് ലോസ് വെച്ചിട്ട് E is equal to -n delta phi by delta t. അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്, നമുക്ക് തന്നിട്ടുണ്ട് 250 ടേൺസ്. പിന്നെ ഡെൽറ്റ ഫൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. ഇവിടെ നമുക്ക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന 1.4 വെബർ ടു 2 വെബർ. അപ്പോൾ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് 2 മൈനസ് 1.4 51 മൈനസ് 52 എന്ന് പറയുന്നത് 2 മൈനസ് 1.4. നമുക്ക് അത്രയും വെബറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടൈമാണ്. ഇത്രയും ഫ്ലക്സ് ചേഞ്ച് ചെയ്യാനെടുത്ത ടൈം 0.45 സെക്കൻഡ്സ്. അപ്പോൾ E is equal to -n delta phi by delta t, that is മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ 250 × 2 മൈനസ് 1.4 ഡിവൈഡ് ബൈ 0.45, ദാറ്റ് ഈസ് 333.33 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A consumer uses an 8 kilowatt geyser, 4 fans of 100 watt and 10 bulbs of 60 watt for 10 hours. Calculate the units in kilowatt hour of electrical energy used. അപ്പോൾ പവർ നമുക്ക് പവറാണ് തന്നിട്ടുള്ളത്. എനർജി കാണണം, എനർജി ഇൻ കിലോ വാട്ട് അവർ. അതിന് നമുക്ക് P×T ഡിവൈഡഡ് ബൈ 1000. അത് P വാട്ടിലാണെങ്കിലാണ് P×T ഡിവൈഡ് ബൈ 1000 ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പവറെല്ലാം കിലോ വാട്ടിലും വാട്ടിലും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ പവർ എന്താണ്. ഫസ്റ്റ് ഗീസറിൻ്റെ 8 കിലോ വാട്ട്. അപ്പോൾ നമ്മൾ വാട്ടിലാണ് കണ്ടുപിടിക്കുന്നത്. 8000 വാട്ട്. രണ്ടാമത്തത് 4 ഫാൻ 100 വാട്ടിൻ്റെ 4 × 100 പ്ലസ് 10 ബൾബ് 60 വാട്ടിൻ്റെ 10 × 60. ഇത് ടോട്ടൽ നമുക്ക് 9000 വാട്ട് എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 9 കിലോ വാട്ടാണെന്ന് നമുക്കറിയാം, ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ടൈം ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്, 10 hours. അപ്പോൾ എനർജി എന്താണ്, P×T ഡിവൈഡഡ് ബൈ 1000 വേണ്ട, നമ്മൾ ഓൾറെഡി കിലോ വാട്ടിലാണ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ 9000 വാട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ P×T ബൈ 1000. അപ്പോൾ 9 × 10 90 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ കറൻസ് ഇൻ ദ ഗിവൺ സർക്യൂട്ട് യൂസിങ് KVL അപ്ലൈ ചെയ്തിട്ട് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻസ് ലൂപ്പ് കറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. I1 I2 കണ്ടുപിടിക്കണം. അതിൽ 2 ലൂപ്സാണ് ഈ സർക്യൂട്ടിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ലൂപ്പ് ഇക്വേഷൻ നമ്മൾ എഴുതണം. ആദ്യത്തെ ലൂപ്പ് 1-ൽ വോൾട്ടേജ്
കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ വോൾട്ടേജ് 20, അത് മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് പോകുന്നതുകൊണ്ട് പോസിറ്റീവ് എന്നെടുത്തു, +20. ഇനി ഡ്രോപ്പുകൾ മൈനസ് ആയിട്ടാണ് എടുക്കുന്നത്, അപ്പം -10I1. അടുത്തത് 4 ഓമിൻ്റെ അവിടെ വരുമ്പോൾ 2 കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അപ്പം -4 ഇൻറ്റു നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ലൂപ്പിൻ്റെ കറണ്ട് I1 മൈനസ് അടുത്ത ലൂപ്പിൻ്റെ കറണ്ട് -4 ഇൻറ്റു I1 മൈനസ് I2 ഈസ് ഈക്വൽ ടു 0. പിന്നെ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ 20 - 10I1 - 4I1 + 4I2 എന്ന് കിട്ടും, ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്ത് വരുന്നു. അപ്പോൾ -14I1 + 4I2 + 20 ഈക്വൽ ടു 0, അല്ലെങ്കിൽ 14I1 - 4I2 ഈക്വൽ ടു 20. വീണ്ടും /2 ചെയ്തു, 7I1 - 2I2 ഈക്വൽ ടു 10. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു. ഇനി കൺസിഡറിങ് ലൂപ്പ് 2 എടുത്തപ്പോൾ അതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് എന്ന് ആ ഡയറക്ഷനാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 12 മൈനസ്, ഇനി ഡ്രോപ്പുകൾ 8I2 -4 ഇൻറ്റു നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ലൂപ്പ് I2, ലൂപ്പ് കറണ്ട് I2 മൈനസ് മുന്നത്തെ ലൂപ്പ് I1 ഈസ് ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ 12 - 8I2 - 4I2 + 4I1 ഈസ് ഈക്വൽ ടു 0. 12 - 8I2 - 4I2 - 12I2 + 4I1 ഈസ് ഈക്വൽ ടു 0. ഇനി അതിൽ 4 കോമൺ ആയിട്ട് എടുത്തു, റീഅറേഞ്ച് ചെയ്തപ്പോൾ 4I1 - 12I2 ഈസ് ഈക്വൽ ടു -12. 4നെ വെച്ച് ഇക്വേഷൻ ഡിവൈഡ് ചെയ്തപ്പോൾ I1 - 3I2 ഈസ് ഈക്വൽ ടു -3. അതിനെ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ടെടുത്തു. ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും സോൾവ് ചെയ്ത് ഇനി നമ്മൾ I1 I2 കണ്ടുപിടിക്കണം. അതിന് ഞാൻ ഇക്വേഷൻ 2നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനിലും 7I1 എന്ന് കിട്ടും. അതിന് വേണ്ടി ഞാൻ സെക്കൻഡ് ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7I1 - 21I2 ഈക്വൽ ടു -21. ഇനി ആ ഇക്വേഷൻ 1ഉം 3യും കൂടി സബ്ട്രാക്റ്റ് ചെയ്തു. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 1 ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ -19I2 ഈക്വൽ ടു -21 - 10 -31 എന്ന് കിട്ടും. അല്ലെങ്കിൽ I2 ഈസ് ഈക്വൽ ടു മൈനസും കട്ട് ചെയ്ത് പോയി 31/19 1.631 എന്ന് കിട്ടും. ഇനി ഈ 1.631 എനിക്ക് I1ൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I1ൻ്റെ ഇക്വേഷൻ ഏതാണുള്ളത്? സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ I1 -3 ഇൻറ്റു I2 1.631 ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. അത് സോൾവ് ചെയ്യുമ്പോൾ I1 ഈക്വൽ ടു 1.89 ആംപിയർ എന്ന് കിട്ടും. I2 നമുക്ക് ഓൾറെഡി കിട്ടി, 1.631 ആംപിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കറണ്ട്സ് ഇൻ ദ സർക്യൂട്ട് യൂസിങ് KCL ഉപയോഗിച്ച് നമ്മൾ കറണ്ട്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നോഡിൽ വരുന്ന കറണ്ട്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. I1 I2 I3 കണ്ടുപിടിക്കണം. അപ്പോൾ നോഡ് വോൾട്ടേജ് ഞാൻ V ആയിട്ട് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ 12 ഓമിൽ കൂടി പോകുന്ന കറണ്ട് I1 എനിക്ക് എങ്ങനെ എഴുതാം? V ആണ് ഹയർ പൊട്ടൻഷ്യൽ എന്ന് ഞാൻ അസ്യൂം ചെയ്തു. V മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക്, അപ്പോൾ V + 84 / 12. കറണ്ട് ഫ്ലോയിൽ നിന്ന് മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് എന്നെടുത്തു. അപ്പോൾ V + 84 / 12. അടുത്തത് V / 6. I2 = V / 6. I3 = V + 21 / 3. മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് എന്നെടുത്തുകൊണ്ട് V + 21 / 3 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം KCL വെച്ചിട്ട് ടോട്ടൽ കറണ്ട്സ് ഓൾജിബ്രിക് സം ഓഫ് കറണ്ട്സ് ഇൻ എ നോഡ് ഈസ് ഈക്വൽ ടു 0.
അപ്പോൾ ഇവിടെ എല്ലാ കറൻസും ഞാൻ പുറത്തേക്കാണ് എടുത്തത്. അപ്പോൾ I1 + I2 + I3 = 0 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ I1 എന്ന് പറയുന്ന I1, I2, I3 നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഇക്വേഷൻസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V + 84/12 + V/6 + V + 21/3 = 0 എന്ന് ഇക്വേഷൻ 2 കിട്ടും. ഇനി അതിൽ നമ്മൾ ഡിനോമിനേറ്റർ നോക്കിയാൽ എല്ലാം 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ഇക്വേഷൻ 2നെ ഞാൻ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ V + 84 + 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേലെ 2 വരും. അപ്പോൾ 2V + അടുത്ത ടേമിൽ മേലെ 4 വരും. അപ്പോൾ 4V + 4 × 21 84 = 0. ഇനി അത് ഞാൻ സോൾവ് ചെയ്തപ്പോൾ V + 2V + 4V 7V + 84 + 84 168 = 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ V = -168/7 = -24 വോൾട്ട്. അപ്പോൾ നമുക്ക് V കിട്ടിയാൽ ഇനി ആ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് I1, I2, I3ൻ്റെ വാല്യൂസ് ഈസി ആയിട്ട് കിട്ടും. I1 = V + 84/12. അപ്പോൾ -24 + 84/12 60/12 5 ആംപിയർ എന്ന് കിട്ടി. I2 = V/6 -24/6 = -4 ആംപിയർ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ I1 എന്ന് പറയുന്ന 5 ആംപിയർ ആണ്, പോസിറ്റീവാണ്. അപ്പോൾ I1ൻ്റെ ഡയറക്ഷൻ കറക്റ്റ് തന്നെയാണ്. ഇനി I2 എന്ന് പറയുന്നത് -4 ആംപിയർ ആണ്. അപ്പോൾ I2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ശരിക്കും ഫ്ലോ ചെയ്യുന്നത്, നമ്മളെടുത്ത ഡയറക്ഷനല്ല. I3 എന്ന് പറയുന്നത് V + 21/3 ആണ്. അപ്പോൾ V -24 + 21/3 -3/3 = -1 ആംപിയർ. അപ്പോൾ I3 മൈനസ് ആണ് കിട്ടിയത്. അപ്പോൾ I3 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് I1 = 5 ആംപിയർ, I2 = -4 ആംപിയർ, I3 = -1 ആംപിയർ. താങ്ക് യു.